ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡയസീറെ പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഞെട്ടിപ്പിക്കുന്ന ചിത്രം രാഹുൽ സദാശിവൻ്റെ സംവിധാനത്തിൽ വന്ന ചിത്രം രണ്ടാം ദിനത്തിലും അതിഗംഭീര പ്രകടനത്തോടെ ബോക്സ് ഓഫീസിനെ കിലുകില വിറപ്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നത്തെ കളക്ഷനും അതുകൂടാതെ ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇന്നലത്തെ ഓവറോൾ കളക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിന് മുന്നോടിയായി ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് 1496ഓളം ഷോകളാണ് വൈകുന്നേരം 8 മണി വരെയുള്ള ട്രാക്കിങ്ങിൽ വന്നിരിക്കുന്നത്. 2,55,000 ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കിങ്ങിൽ പറയുന്നത്. 59.15% ഒക്യുപ്പൻസിയായി സിനിമയുടെ ഇതുവരെ വന്നിരിക്കുന്നത്. 4,22,57,000 രൂപ സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസായി പുറത്ത് വന്നിരിക്കുന്നു. ഇതായത് ഫൈനലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 75-80% തിയേറ്റർ ഒക്യുപ്പൻസിയും 6 കോടിയും ഈ സിനിമ നേടും എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം സിനിമ ഇപ്പോൾ തന്നെ 4,50,00,000 രൂപയ്ക്കടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഇന്നലെ 3,04,99,000 രൂപയാണ് സിനിമയ്ക്ക് വന്നത് എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഇനി നമുക്ക് നേരിട്ട് ഇന്നലത്തെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. പ്രശസ്ത ട്രാക്കേഴ്സായ WTF പുറത്തുവിട്ട കണക്കുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഡയസീറയുടെ ഡേ 1ഉം അതുകൂടാതെ പ്രീമിയർ ഷോയുടെയും കൂടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് പറയുന്നത്. 11,63,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. ടെറിട്ടറി വൈസുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 4,68,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 0.82 കോടിയും, അങ്ങനെ ഇന്ത്യ ടോട്ടലായി വന്നിരിക്കുന്നത് 5,50,00,000 രൂപയോളമാണ്. GCC രാജ്യങ്ങളിൽ നിന്ന് $515K, USA കാനഡയിൽ നിന്ന് $85K സിനിമ നേടിയപ്പോൾ UK അയർലൻഡിൽ നിന്ന് നേടിയത് $48K. റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $43K നേടിയ ചിത്രം ഓവർസീസിൽ നിന്ന് മാത്രമായി $691K ആണ് നേടിയിരിക്കുന്നത്. 6.13 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 11.63 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. മണിക്കൂറിൽ 15,000-ന് മുകളിലാണ് സിനിമയ്ക്ക് പോകുന്നത്. 16,000 ടച്ച് ചെയ്യാനുള്ള എല്ലാ സംഗതികളിലും സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് റെക്കോർഡ് വേഗത്തിലാണ് സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ ഇടിച്ചു കയറിക്കോളുമെന്നുള്ള ആ ഒരു പ്രൈമറി തത്വം തന്നെയാണ് ഈ ഒരു അണിയറ പ്രവർത്തകരും കാഴ്ചവെച്ചിരിക്കുന്നത്. രാഹുൽ സദാശിവനും പ്രണവ് മോഹൻലാലും അഴിഞ്ഞാട്ടം തുടങ്ങിയപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വളരെ ചുരുങ്ങിയ ക്യാരക്ടേഴ്സ് കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന കഥകൾ പറയുന്ന രാഹുൽ സദാശിവൻ്റെ ആവനാഴിയിലെ മറ്റൊരു അമ്പുകൂടിയാകുന്നു ഈ ഒരു ഡയസീറ എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഇന്ന് ഞെട്ടിക്കുകയാണ്. പ്രണവ് മോഹൻലാൽ എല്ലാ രീതിയിലും ഈ ഒരു സിനിമയെ അച്ചടക്കത്തോടെയും കൈയടക്കത്തോടെയും പൂർണ്ണതയോടെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനകത്തിലെ കഥാപാത്രത്തിന് അത്ര മികച്ച രീതിയിലുള്ള അതിഗംഭീരവും അതിശക്തവുമായ പ്രകടനമാണ് പ്രണവ് മോഹൻലാലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടെ അഭിനയിച്ച എല്ലാവരും, ചെറിയ റോളിൽ വന്നവർ പോലും അതിഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമയായി വരുന്നു. ഇതിനോടകം തന്നെ ട്രാക്കിങ്ങിലൂടെ 8,44,00,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെയുള്ള കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന കണക്കുകളായി സൂചിപ്പിക്കുന്നത്. 3,000-ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 5,11,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കിംഗ് കണക്കുകളും പുറത്തു വരുന്നു. എന്തായാലും ഞായറാഴ്ച സിനിമ 7 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തൂക്കുമെന്ന് ഉറപ്പാക്കുന്നു. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ 25 കോടി ടച്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. ഞായറാഴ്ചയോടുകൂടി സിനിമ ഏകദേശം 40 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ, ഒരുപക്ഷേ 2025 മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി ഈ ഒരു സിനിമ മാറുന്നു എന്നുള്ളത് തന്നെ പറയാം. 100 കോടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ നമ്മളിതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. കട്ടയ്ക്ക് കൂടെയുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി വരും. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 1000 ലൈക്കെങ്കിലുമാണ് ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഹൈപ്പ് ചെയ്തു തരിക. പിന്നെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കൽ കൂടെ സഹകരണം ആവശ്യപ്പെടുന്നു. ഗ്രേറ്റ് മീഡിയാസ്.